Assalamu alaikum. Welcome to today's class. Do you know what we have learned in our previous class? Yes. In the last class, we were discussed our fourth lesson. Do you know what was its title? Yes, sorting materials into groups. At first, let us recall the ideas that we were discussed in the last class. Are you ready? Okay. നമ്മൾ ഒരുപാട് ഒബ്ജക്ട്സിനെ പറ്റി പറഞ്ഞു. ഒരു ഒബ്ജക്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു മെറ്റീരിയലോ ഒന്നിലധികം മെറ്റീരിയൽസോ ഉപയോഗിക്കേണ്ടി വരും. പിന്നെ എന്താ പറഞ്ഞത്, പലതരം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു സെയിം ഒബ്ജക്റ്റ് തന്നെ നമുക്ക് പലതരത്തിലും നിർമ്മിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ വുഡ് മാത്രം ഉപയോഗിച്ചിട്ടൊന്നല്ല ചെയർ ഉണ്ടാക്കുക, അല്ലെ? പ്ലാസ്റ്റിക് ചെയേഴ്സ് ഉണ്ടാവും, ഫൈബർ ചെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതെല്ലാം നിർമ്മിക്കുന്നത്. All of you look at the screen carefully and pause the video, then read the table. Objects are made up of large variety of materials. ടേബിളും ചെയേഴ്സും ഒക്കെ നിർമ്മിക്കാൻ വേണ്ടി ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം? വുഡ്, പ്ലാസ്റ്റിക്, അയേൺ. അതുപോലെ ടോയ്സ് നിർമ്മിക്കാനോ? വുഡ്, പ്ലാസ്റ്റിക്, പേപ്പർ. അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് അല്ലേ? കിച്ചൺ യൂട്ടൻസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ, ഗൃഹോപകരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ? യെസ്, പ്ലാസ്റ്റിക്, അയേൺ, അലൂമിനിയം, സ്റ്റീൽ, ഇതൊക്കെ ഉപയോഗിക്കാം അല്ലേ? അങ്ങനെ ഓരോ ഒബ്ജക്ട്സ് നിർമ്മിക്കാനും പലതരം മെറ്റീരിയൽസ് യൂസ് ചെയ്യാം നമുക്ക് അല്ലേ? പിന്നെ നമ്മളെന്താ പറഞ്ഞത്, ഓരോ മെറ്റീരിയലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് നിർമ്മിക്കാൻ പറ്റും. A given material could be used to make a large number of objects. Then wood, paper, leather, plastic ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് നിർമ്മിക്കാൻ പറ്റും. All of you read this table carefully. Why a window is made of glass? Why a cup is made of plastic or clay and not of cloth? Why a chair or table is made up of wood or plastic and not with paper? എന്തുകൊണ്ടാണ് ചില മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചില ഒബ്ജക്ട്സ് ഒന്നും നിർമ്മിക്കാൻ കഴിയാത്തത്? ഇപ്പോൾ വിൻഡോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഗ്ലാസ് തന്നെ വേണം. അതല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക്കോ ക്ലേയോ വേണം, അതിന് ക്ലോത്ത് പറ്റില്ല. ദെൻ ഒരു ചെയറോ ടേബിളോ ഉണ്ടാക്കാൻ വുഡോ പ്ലാസ്റ്റിക്കോ ഒക്കെ വേണം, പേപ്പർ പറ്റില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ റീസൺ എന്താണ്? ആൻസർ ഈസ് വെരി സിമ്പിൾ. Because their properties are different. Based on properties of material, they are used for making different objects. Do you know these properties? Yes, properties of materials are their appearance, hardness, that means hard or soft, then solubility, then float or sink, then transparency. ഇതിൽ അപ്പിയറൻസിനെയും ഹാർഡ്നെസ്സിനെയും ഒക്കെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ? ഹാർഡാണോ സോഫ്റ്റ് ആണോ, പിന്നെ അതിൻ്റെ അപ്പിയറൻസ് ഷൈനി അപ്പിയറൻസ് ആണോ അതോ ഡൾ അപ്പിയറൻസ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഗോൾഡ്, സിൽവർ പോലുള്ള മെറ്റൽസിനൊക്കെ വളരെ ഷൈനി എഫക്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ വുഡ്, പ്ലാസ്റ്റിക് ഇതൊക്കെ നോൺ ഷൈനി അല്ലെങ്കിൽ നോൺ ലസ്ട്രസ് മെറ്റീരിയൽസ് ആണ്. ദെൻ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ്, ഡിഫിക്കൽട്ട് ടു കംപ്രസ് ഓർ സ്ക്രാച്ച്. നമുക്ക് അത് കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഹാർഡ്. ഈസി ആയിട്ട് നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയുന്നതാണ് സോഫ്റ്റ്. അപ്പോൾ നമുക്കതിന് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? സോഫ്റ്റ്നെസ്സിന് എന്തൊക്കെ പറയാം? സ്പോഞ്ച്, കോട്ടൺ, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റും. ഹാർഡോ? യെസ്, അയേൺ, വുഡ് ഇതൊന്നും നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഈസി ആയിട്ട് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അതെല്ലാം ഹാർഡാണ്. Next, we are going to discuss the property of
Solubility. Do you know what is solubility? Substances that completely disappear or dissolve in water are soluble in water. Then, substances that do not mix with water and do not disappear even after we stir for long time. വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സബ്സ്റ്റൻസ് കംപ്ലീറ്റ് ഡിസപ്പിയർ ആവുകയാണെങ്കിൽ അതിനെ സോല്യൂബിൾ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സോൾട്ട്, ഷുഗർ ഇതെല്ലാം നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിസപ്പിയർ ആവും. നമുക്കത് കാണാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ വാട്ടറിൽ മിക്സ് ആയി കഴിഞ്ഞു. നമുക്ക് പിന്നെ അത് സോൾട്ടായിട്ടോ ഷുഗറായിട്ടോ കാണാൻ പറ്റുന്നില്ല. ദെൻ അതിനെന്തു പറയാം? നമുക്ക് അത് സോല്യൂബിൾ ആണ് എന്ന് പറയാം. ദെൻ നമുക്ക് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്ത സബ്സ്റ്റൻസസ്, അതായത് അത് കുറച്ച് നേരം നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാലും കുറച്ച് കഴിഞ്ഞാൽ ഡിസപ്പിയർ ആവാതെ അതുപോലെ തന്നെ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഇൻസോല്യൂബിൾ ആണ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ സാൻഡ്, ഓയിലൊക്കെ നമുക്ക് വെള്ളത്തിലാക്കിയാൽ നമുക്കറിയാം അത് വേറൊരു ലെയറായിട്ട് ആ വാട്ടറിൽ അങ്ങനെ നിൽക്കൂലേ, മിക്സ് ആവില്ല. അതുപോലെ തന്നെയാണ് സാൻഡൊക്കെ ഈ വാട്ടറിൻ്റെ താഴ്ഭാഗത്ത് ചെന്ന് കിടക്കും, അതേപോലെ തന്നെ മിക്സ് ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം ഇൻസോല്യൂബിൾ ആണ് എന്ന് പറയാം. Then next property is float or sink. Objects which are denser than water sink, whereas objects which are less denser than water will float on water. വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലുള്ളത് വാട്ടറിൽ താഴ്ന്നു കിടക്കും. ദേ സിങ്ക് ഇൻ വാട്ടർ. ദെൻ വാട്ടറിനേക്കാളും ഡെൻസിറ്റി കുറവുള്ളത് വാട്ടറിൽ പൊങ്ങിക്കിടക്കും. ദാറ്റ് മീൻസ് ദേ ഫ്ലോട്ട് ഇൻ വാട്ടർ. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ ഇത്. ക്യാൻ യു സേ വിച്ച് മെറ്റീരിയൽസ് ആർ ഫ്ലോട്ട് ഇൻ വാട്ടർ ആൻഡ് വിച്ച് മെറ്റീരിയൽസ് ആർ സിങ്ക് ഇൻ വാട്ടർ? യെസ്, plastic bottle, rubber ball, paper boat, etc. are float in water. Then sand, stone, coin, etc. are sink in water. നെക്സ്റ്റ് നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി നോക്കാം. ഇതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾ ആ സ്ക്രീനിൽ 3 പിക്ചേഴ്സ് കാണുന്നില്ലേ? ഒരു കുട്ടി ഒരു സ്ക്രീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഓബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് നോക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ 3ലും ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത് ആ കുട്ടിക്ക്. ഒന്നിൽ തീരെ കാണുന്നില്ല, മറ്റൊന്നിൽ വളരെ കുറച്ച്, പിന്നെ ഒന്നിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അല്ലേ. അങ്ങനെയാണ് ആ 3 പിക്ചേഴ്സ്. അത് തന്നെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പ്രോപ്പർട്ടിയും. പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻറ്റ്, ഒപ്പാക് ആൻഡ് ട്രാൻസ്ലൂസൻറ്റ്. Those substances or materials through which things can be seen are called transparent. Examples are glass, water, air, etc. Materials through which we are not able to see are called opaque. Examples are wood, metals, plastic, cardboard, etc. Then the materials through which objects can be seen but not clearly are known as translucent. Examples are butter paper, oily patch on paper. നമുക്കറിയാലേ, ഗ്ലാസ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഒബ്ജക്റ്റിന് അപ്പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആണ്. ദെൻ നമുക്ക് ഒരു കാർഡ്ബോർഡോ അതല്ലെങ്കിൽ ഒരു മരക്കഷ്ണോ വെച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള ഒബ്ജക്ട്സ് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുമോ? ഇല്ല. ദാറ്റ് മീൻസ് ആ ഒബ്ജക്ട്സ് ഒപ്പാക്ക് ഒബ്ജക്ട്സ് ആണ് അല്ലേ. നമുക്ക് അപ്പുറത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ കഴിയുന്നില്ല, വിസിബിൾ ആവുന്നില്ല. അതാണ് ഒപ്പാക്ക്. ദെൻ ട്രാൻസ്ലൂസൻറ്റ്. നമുക്ക് ചില മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്, ഫോർ എക്സാമ്പിൾ ബട്ടർ പേപ്പറോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ കുറച്ച് ഓയിലി ആയിട്ട് അങ്ങനെയുള്ള പേപ്പറോ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തുള്ള ഒബ്ജക്ട്സ് കാണാൻ കഴിയും, വിസിബിൾ ആണ്, പക്ഷേ ക്ലിയർ ആവുന്നില്ല, ക്ലിയർ വിഷൻ അല്ല.
പക്ഷെ നമുക്ക് അപ്പുറത്തുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഇത്രയും സൈസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവൂലേ. അങ്ങനെയുള്ളതിനെയാണ് ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയുന്നത്. ബട്ടർ പേപ്പറും ഓയിലി പാച്ച് ഓൺ പേപ്പറും ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഈ ടേംസ് വളരെ നന്നായി ഓർത്തിരിക്കുക. ട്രാൻസ്പെറൻറ്റ്, ഒപ്പാക്ക് ആൻഡ് ട്രാൻസ്ലൂസൻറ്റ്. നമ്മൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ മിഠായിയൊക്കെ വെച്ചിട്ടുണ്ടാവുക ഏത് ടൈപ്പ് ഓഫ് ബോക്സിലാണ്, കണ്ടെയ്നറിലാണ്? യെസ്, ട്രാൻസ്പെറൻറ്റ് കണ്ടെയ്നറിലാണ് അല്ലേ. പുറത്തേക്ക് നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ കഴിയുന്നു അല്ലേ. വേറൊരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഷോപ്പിലത്തെ ആൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല അതിലെന്താണെന്ന്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിൾ ആവുന്നു. അതുപോലെ ഡോറൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ മെയിനായിട്ട് ഒപ്പാക്ക് ഒബ്ജക്ട്സാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ചില സ്ഥലത്ത് ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്ട്സ്, ബാങ്ക് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ് കണ്ടിട്ടുണ്ട്, ഡോർസ് കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതലും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ഒപ്പാക്ക് ഒബ്ജക്ട്സ് വെച്ചിട്ടാണ്, വുഡ് അങ്ങനെയുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഡോറൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഏതൊക്കെ ഒബ്ജക്ട്സ് നിർമ്മിക്കാൻ ഉപയോഗിക്കാം എന്ന് തീരുമാനിക്കുന്നത്. So here I am going to wind up today's class. Before that, let me summarize what we have learned in this class. എന്താ നമ്മൾ പറഞ്ഞത്? സോല്യൂബിലിറ്റി പറഞ്ഞു അല്ലേ. നമ്മൾ ചില സബ്സ്റ്റൻസ് വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവും, അങ്ങനെയുള്ളത് സോല്യൂബിൾ ആണ്. വാട്ടറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസപ്പിയർ ആവാത്ത സബ്സ്റ്റൻസ് ഇൻസോല്യൂബിൾ ആണ് എന്ന് പറഞ്ഞു. ദെൻ ഫ്ലോട്ട് ഓർ സിങ്ക്. Some objects float in water and others sink in water. ചില ഒബ്ജക്ട്സ് വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങിക്കിടക്കും, മറ്റു ചിലത് താഴ്ന്നു കിടക്കും. Then property of transparency. Transparent, opaque and translucent. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ട്രാൻസ്പെറൻറ്റും, നമുക്ക് തീരെ കാണാൻ, അപ്പുറത്തുള്ള ഒബ്ജക്റ്റ് തീരെ കാണാൻ കഴിയാത്തത് ഒപ്പാക്ക് ഒബ്ജക്ട്സും, നമുക്ക് കാണാം പക്ഷേ ക്ലിയർ വിഷൻ അല്ല എന്നുള്ള രീതിയിൽ കാണുന്നത് ട്രാൻസ്ലൂസൻറ്റും. These are the main points that we discussed. Hope you all understood today's class. I remind you one thing. All of you watch this class 1 or 2 times. Then you will get a clear idea about these properties, because these properties are very familiar to you. So, let me wind up today's session. Thank you.